സീറോ മലബാർ സഭയിലെ 90% വിശ്വാസികൾക്കും കുർബാന എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ചൊല്ലിയാലും കുഴപ്പമില്ല. പക്ഷേ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നതിനാൽ സഭയുടെ പ്രബോധനങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സഭയുടെ പ്രബോധനങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതിനോട് അത്യാവശ്യമെങ്കിൽ ഒരിക്കൽ ഇഷ്ടക്കേട് അറിയിക്കാം. വീണ്ടും സഭ ആവശ്യപ്പെട്ടാൽ അത് മറിച്ചൊരു ചോദ്യമില്ലാതെ അതനുസരിക്കാൻ കത്തോലിക്കർ എന്നല്ല എല്ലാ എപ്പിസ്കോപ്പൽ സഭാ വിശ്വാസികളും കടപ്പെട്ടവരാണ്. വൈദികർക്ക് തിരുപ്പട്ടം നൽകുമ്പോൾ ഇങ്ങനെ പ്രതിജ്ഞ എടുത്താണല്ലോ ഓരോ വൈദികനും പട്ടം സ്വീകരിക്കുന്നത്. എറണാകുളം വിമതർക്ക് എല്ലാം ഷോ ആയതിനാൽ പിന്നെ പ്രശ്നമില്ല. പള്ളിയിൽ വരുന്ന ആളുകൾ ഈ ജനാഭിമുഖം എന്ന പേരിൽ നടത്തുന്ന ചടങ്ങിന് പങ്കെടുക്കുന്നത് മറ്റു വഴികൾ ഇല്ലാത്തതിനാലാണെന്ന് കരുതാൻ വികാരിമാർക്ക് അറിയാഞ്ഞിട്ടല്ല. സഭ ഇല്ലിസിറ്റ് അഥവാ നിയമവിരുദ്ധം എന്ന് കൽപ്പിച്ചപ്പോൾ മുതൽ അത് കുർബാന അല്ലാതായി. അതാണ് ഷോ എന്ന് വിശ്വാസികൾ കരുതുന്നത്. നഗരമധ്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമായി, ഇടവക ജനത്തിന് അനുഗ്രഹമായി, ഐക്യത്തോടെ, ഒരുമയോടെ, സ്നേഹത്തോടെ, മറ്റുള്ളവർക്ക് മാതൃകയായ, അശരണർക്ക് താങ്ങായി, നഗരത്തിന്റെ അനുഗ്രഹമായി നിലനിന്നിരുന്ന ദേവാലയങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിന്റെ ഉത്തരവാദിത്തം വിമത വിഘടനവാദികളായ വികാരിമാരാണോ അതോ സഭയുടെ ഏകീകൃത കുർബാനയ്ക്കായി കോടതിയിൽ പോയ വിശ്വാസികളാണോ? അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ മാർപ്പാപ്പയ്ക്കും സീറോ മലബാർ സിനഡിനും വിരുദ്ധമായി കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയത് ആഗോള സഭയ്ക്ക് നൽകിയ സന്ദേശം സഭാ വിരുദ്ധതയാണ്. ഒരു നിമിഷം പോലും മാർപ്പാപ്പയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി എറണാകുളത്ത് ഇരിക്കാൻ മാർ പുത്തൂർ യോഗ്യനല്ല. 2 വർഷമായി കാത്തിരുന്ന് സഭയുടെ കുർബാന ലഭിക്കാതായപ്പോൾ, കർത്താവിന്റെ സഭയോട് ചേർന്ന് നിൽക്കാൻ ഇടവക ദേവാലയം ഒരു തടസ്സമായപ്പോൾ, കൂടുതൽ സഭാ നടപടികൾ നേരിടേണ്ടി വന്ന് ദേവാലയം കത്തോലിക്ക സഭയ്ക്ക് പുറത്താക്കുന്ന അവസ്ഥ ആസന്നമായപ്പോൾ, ബാക്കി 34 രൂപതകളിൽ നിന്ന് മക്കൾക്ക് നല്ലൊരു വിവാഹം പോലും മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ, സഭ നിർദ്ദേശിച്ച കുർബാന അനുവദിച്ചു കിട്ടാൻ മറ്റു വഴികൾ അടഞ്ഞപ്പോഴാണ് ആയിരങ്ങളുടെ പ്രതിനിധിയായി വിശ്വാസികൾ കോടതിയെ സമീപിച്ചത്. അത് പള്ളി പൂട്ടിക്കാനാണെന്ന് പറഞ്ഞു വെക്കുന്നത് മ്ലേച്ഛമാണ്, ആഭാസതരമാണ്. വിമത വൈദികർ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകും. പതിറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുന്ന, ഇനിയും മരണം വരെ ഇവിടെ ജീവിക്കേണ്ട വിശ്വാസികളെ ഒന്ന് കരുതണം നിങ്ങൾ. വിശ്വാസികളുടെ മക്കളും കൊച്ചുമക്കളും വരെ കലഹിക്കുന്ന അവസ്ഥ നിങ്ങൾ മൂലം ഇവിടെ ഉണ്ടാകരുത്. നിങ്ങൾക്ക് കുടുംബമില്ല, നിങ്ങളുടെ തലമുറ തീർന്നു. പക്ഷെ വിശ്വാസികൾക്ക് അങ്ങനെയല്ല. ഒരിക്കൽ കൂടി പറയുന്നു, 90% ജനത്തിനും കുർബാന എങ്ങോട്ട് തിരിഞ്ഞാലും ജനത്തിന് കുഴപ്പമില്ല. കത്തോലിക്ക സഭയിൽ തുടരണം, അതിൽ മരിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് വിശ്വാസികൾ. അതിനാലാണ് സിനഡ് പറയുന്നത്, പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് നിങ്ങൾ എല്ലാ ആഴ്ചയും പള്ളിപ്രസംഗത്തിൽ ആളുകളെ പഠിപ്പിക്കുന്നതല്ലേ? വൈദികരായ നിങ്ങൾ, സഭയെ അനുസരിക്കാത്ത നിങ്ങൾ വിശ്വാസികളിൽ നിന്നും ബഹുമാനത്തിനും അംഗീകാരത്തിനും അർഹരല്ല. വിശ്വാസികളുടെ പണം കൊണ്ട് മേടയിൽ ഉണ്ട് ഉറങ്ങി വിശ്വാസികളുടെ ആത്മാക്കളെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ടവരാണ് നിങ്ങൾ വിമത വൈദികർ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോടതിയിൽ പോയ വിശ്വാസികളോ അതോ വിമത വിഘടനവാദികളായ വൈദികരാണോ യഥാർത്ഥ വിശ്വാസികൾ? ദേവാലയങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ആരാണെന്ന് ഒന്ന് ആത്മവിചിന്തനം ചെയ്യുന്നത് ഉചിതമായിരിക്കും. യാതൊരു സംശയവും വേണ്ട, എല്ലാ ദേവാലയങ്ങളും സിവിൽ കോടതികളെ താമസം വിന സമീപിച്ചിരിക്കും.